സോ നെക്സ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് ചെയ്തു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബാക്കി എല്ലാം ചെയ്യേണ്ട രീതി കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഏതാ ക്വസ്റ്റ്യൻ ചെയ്യാമോ? എന്തും ചെയ്യാം, ഏതും ചെയ്യാം. ഇത് തന്നെ ചെയ്യാം, നോക്കിക്കോ. ശ്രദ്ധിച്ചോട്ടോ. 12, 23, 34, 45 ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 11 ചെയ്ത് നോക്കുക. ഫസ്റ്റ് ടേം 12. എങ്ങനെ കോമൺ ഡിഫറൻസ് ആണ്? ഏതെങ്കിലും ഒരു ടേം ഒന്ന് മുന്നത്തെ ടേം കുറച്ചാൽ മതി. സോ ഫസ്റ്റ് ടേം 12. സമ്മ് കാണുന്ന സമയത്ത് ഫസ്റ്റ് ടേമിന് എഫിന്റെ വരും x1 എഴുതുന്നതാവും ഒന്നുകൂടി നല്ലത്. x1 12. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ ടേം തന്നിട്ടില്ലല്ലോ, അത് കാണണം കേട്ടോ. 25 ടേമുകളുടെ സമ്മാണ്. അപ്പൊ എത്ര ടേമുകൾ കിട്ടി? ടേമുകളുടെ എണ്ണം കിട്ടി, n കിട്ടി. 25 എണ്ണം ഉണ്ട്. 25 പദങ്ങളുടെ തുകയാണ് നമ്മൾ കാണേണ്ടത്. 25 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. 25 പദങ്ങളുടെ തുക കാണണം എന്നുണ്ടെങ്കിൽ 25ാമത്തെ പദം ഏതാന്ന് അറിയണം. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. x1 നിങ്ങൾക്ക് അറിയാം 12, d നിങ്ങൾക്ക് അറിയാം 11. എങ്ങനെയാണ് 25ാമത്തെ പദം കാണാൻ? രണ്ട് രീതിയുണ്ട്, രണ്ടും ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഒന്നുകിൽ 25 പദങ്ങളുടെ തുക ആണെങ്കിൽ 25ാമത്തെ പദം നിർബന്ധം, ഏറ്റവും അവസാനത്തെ പദല്ലേ വേണം. നോക്കിക്കോ, 25ാമത്തെ പദം ഒന്നുകിൽ x1ലേക്ക് എത്ര d കൂട്ടണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. x1ൽ നിൽക്കുന്ന ഞാൻ എത്ര ചാട്ടം ചാടിയാലാണ് 25ാമത്തെ പദത്തിലേക്ക് എത്തുക? ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റും 24d ആണോ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 25ൽ നിന്ന് ഈ 1 കുറച്ചാൽ മതി. 25 1 കുറച്ചാൽ ഇവിടുത്തെ ആളെ കിട്ടും. ഇനി ഈ 24 ഒന്നും കൂട്ടി നോക്കി 25 കിട്ടും. കറക്റ്റ് കാരണം. സോ 21ാം സ്ഥാനത്ത് നിൽക്കണ ഞാൻ 25ാം സ്ഥാനത്ത് എത്തണമെങ്കിൽ 24 ചാട്ടം ചാടണം. ഒരു ചാട്ടം 1d, ഒന്നിന്ന് അടുത്ത്, അങ്ങനെ 24 ചാട്ടം. സോ 21ാമത്തെ പദം 12 പ്ലസ് 24 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ 11. ആദ്യം ഗുണിക്കണം എന്നേ കൂട്ടാൻ പാടുള്ളൂ. ബോർഡ് മാസ് 24 ഇൻറ്റു 11 എന്ന് പറയുന്ന സമയത്ത് 11 കൊണ്ട് ഗുണിക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഏതൊരു നമ്പറിനെ 11 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 24 ഇൻറ്റു 11 ആണെങ്കിൽ 2 4 എഴുതാം. 2 4 കൂട്ടി അത്രേ 6 സെന്ററിൽ എഴുതാം. കഴിഞ്ഞു. കൂട്ടിയ സെന്ററിൽ എഴുതാൻ അപ്പുറത്ത് എത്ര ഉള്ളൂ? 264. സോ 12 264 കൂട്ടി കഴിഞ്ഞാൽ 276 കിട്ടും. ഇതാണ് 25ാമത്തെ പദം. കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വേറെ രീതിയുണ്ട്. ആദ്യം നമുക്കറിയാം ഒരു ശ്രേണിയിൽ എത്രാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബീജഗണിത രൂപം പറഞ്ഞാൽ മതി. എന്താ ബീജഗണിത രൂപത്തിന്റെ ഇക്വേഷൻ? dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എത്ര? 11 n പ്ലസ് എഫ് എത്ര? എഫ് 12 ആണ്. സോ 12 മൈനസ് ഡി എത്ര? വീണ്ടും 11. സോ 11 n പ്ലസ് 12 11 പോയാൽ 1 ആണോ അല്ലേ? കഴിഞ്ഞിട്ടില്ല. xn 11 പ്ലസ് 1 കിട്ടി. അഥവാ xn കിട്ടിയത് എത്രാമത്തെ പദം വേണമെങ്കിലും കാണാം. നമുക്ക് ആവശ്യം 25ാമത്തെ പദം. വളരെ സിമ്പിൾ ആയിട്ട് എന്നിന് പകരം 25 കൊടുത്താൽ അപ്പൊ എന്ത് വരും? 11 ഇൻറ്റു 25 പ്ലസ് 1. 11 ഇൻറ്റു 25 275 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 276 വരും. ഇതാണ് 25ാമത്തെ പദം. ഇങ്ങനെയും കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഇനി ഏതായാലും 25ാമത്തെ പദം കാണണമെങ്കിൽ അത് മുന്നത്തെ പേജിലുണ്ട്. 25ാമത്തെ പദം കിട്ടി 276. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിപ്പോ ബിരിയാണി വെക്കാനുള്ള ആൾക്കാരായി. ഇനി ബിരിയാണി വെക്കാൻ പോവാണ്. തുകയാണ് നമുക്ക് കണ്ടത്. തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു x1 പ്ലസ് xn. തുകക്ക് ഒരു സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്, ബീജഗണിത രൂപം. അതും ഇതും തുകന്റെ ഇക്വേഷൻസ് തന്നെ ആയിരിക്കും. ഇതായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. നോക്കിക്കോ. യെസ്, എത്ര പദങ്ങളുടെ തുക കാണാനാ പറഞ്ഞത്? 25 പദങ്ങളുടെ തുക കാണാനാ പറഞ്ഞത് ആണോ അല്ലേ? അപ്പൊ എന്നിന് പകരം 25 അല്ലെ? n 25 അല്ലേ? ഇവിടെ എന്നിലൂടെതൊക്കെ 25 ആക്കി കാണി. 25/2 ഇൻറ്റു x1 പ്ലസ് x 25 ആണോ അല്ലേ? സോ 25ന്റെ പകുതി കാണൽ റിസ്ക് ആണ്. അവിടെ നിന്നോട്ടെ. 25/2 അവിടെ നിന്നോട്ടെ. x1 എത്ര? x1 എത്ര? 12 പ്ലസ് x 25 എത്ര? 25 നമുക്ക് അറിയില്ലായിരുന്നു, നമ്മൾ കണ്ടുപിടിച്ചു. ഇതിലോ അല്ലെങ്കിൽ ഇതിലോ കണ്ടുപിടിക്കാം, ഏതെങ്കിലും ഒരു മെത്തേഡിൽ. സുധേ ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. അപ്പോ 25ാമത്തെ പദം കിട്ടി 276. സോ 25/2 ഇൻറ്റു 288 എന്ന് കിട്ടും. ഇതെങ്ങനെ വെട്ടിച്ചെറുതാക്കണമെങ്കിൽ പഠിച്ചു വെച്ചോളി. മേലെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് താഴെയുള്ളോട്ട്, അല്ലെങ്കിൽ സാധാ പോലെ ചെയ്യാം. 25 ഇൻറ്റു 288 ഗുണിക്കുക. അപ്പൊ ഒരു ആൻസർ കിട്ടൂലേ? എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനെക്കാട്ടും നല്ലത് ഇവിടെ പ്ലസും മൈനസും ഇല്ലാത്തടത്തോളം കാലം ഇതൊക്കെ ഒരൊറ്റ ടേമാണ്. ഇതൊരൊറ്റ കുടുംബം വരിക. മേലുള്ള ആരെയും നമുക്ക് താഴെയുള്ള ആൾക്കാണ് കേട്ടോ. 25ന് 2 കൊണ്ട് വെട്ടല് റിസ്ക് ആണ്. ഓഡ് നമ്പർ ആണ്, വെട്ടിച്ചെറുതാവൂല. അപ്പൊ അതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് ഇയാളെ വെട്ടുന്നതാണ്. 280 2 കൊണ്ട് വെട്ടുന്നത്. 280 2 കൊണ്ട് വെട്ടാൻ പറ്റൂലേ? 280 2 കൊണ്ട് വെട്ടി പറയുമ്പോൾ 288 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
282 രണ്ടോടെ ഡിവൈഡ് ചെയ്യാൻ പകുതിയാക്കുക. അപ്പൊ 144 എന്ന് വരും. സോ ആൻസർ വരുന്നുണ്ടാവുക 25 ബാക്കി ഉണ്ടാവും. അവിടെ ഒരു 144 ബാക്കി ഉണ്ടാവും. 25 × 144 പറയുമ്പോൾ 72, 36, 3600 ആൻസർ. ഇതായിരിക്കും ആൻസർ ഉണ്ടാവുക. ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പല വർഷങ്ങളും വരുന്നതിനൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യാം, എന്നിട്ട് അതിൽ പോവാം. ഇങ്ങോട്ട് നോക്കിക്കോ, ശ്രദ്ധിച്ച് കേട്ടോ. 7 കൊണ്ട് ഹരിച്ചാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 3 ഇടണം, റിമൈൻഡർ 3 ഇടണം. ശിഷ്ടം എന്ന് പറഞ്ഞാൽ ബാക്കിയാണ്. അഥവാ 10നെ ഞാനൊരു 10 റുപ്യ കൊണ്ട് പിടിക്ക് പോയി. ഞാൻ 3 റുപ്യന്റെ മുട്ടായികളാണ് വാങ്ങാൻ എത്തിക്കണം. 3 റുപ്യന്റെ എത്ര മുട്ടായി വാങ്ങാം? 3 റുപ്യ 10 റുപ്യക്ക് 3 റുപ്യന്റെ 3 മുട്ടായികൾ വാങ്ങാം. 3 × 3 9 വരും. ബാക്കി വരണേനാണ് എന്ത് വിളിക്കുക? റിമൈൻഡർ എന്ന് വിളിക്കുക. 10 രൂപ കൊണ്ട് മിഠായി വാങ്ങാൻ പോയ ഞാൻ 3 രൂപയുടെ 3 മിഠായികൾ 9 രൂപ ബില്ലായി. ബാക്കി 1 റുപ്യ കടക്കാരൻ എനിക്ക് ബാക്കി തരില്ലേ? ആ ബാക്കി തരുന്ന പൈസനെ വിളിക്കുന്ന പേരാണ് റിമൈൻഡർ, ശിഷ്ടം. അതേപോലെ തന്നെ ഇതാണ് ചോദ്യം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 റിമൈൻഡർ വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ്, 3 അക്ക സംഖ്യകൾ. 1 ഡിജിറ്റ് നമ്പർ അറിയില്ലേ? 1, 2, 3, 1 തുടങ്ങി 9 വരെയുള്ള ഒരക്ക സംഖ്യകൾ. ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ അല്ലത്, ഒരക്ക സംഖ്യകൾ, ഒരക്കുള്ള സംഖ്യ, 1 ഡിജിറ്റ് നമ്പർ. അത് 9 ഉള്ളത്. ഇനി 10 മുതൽ 99 വരെയുള്ള സംഖ്യകളിലൊക്കെ 2 ഡിജിറ്റുകൾ, 2 അക്കം. 100 മുതൽ 999 വരെയുള്ള സംഖ്യകളാണ് 3 ഡിജിറ്റുകൾ. നോക്കിക്കട്ടോ, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. 3 ഡിജിറ്റ് ഉള്ളതാ. 100ന്റെയും 999ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ആണ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പൊ ഈ സീക്വൻസിലെല്ലാം 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കണം, 3 അക്ക സംഖ്യകളായിരിക്കണം. അത് 100നേക്കാൾ ചെറുതാവാനും പാടില്ല, 999നേക്കാൾ വലുതാവാനും പാടില്ല. പിന്നെ കണ്ടീഷൻ എന്താ? ഡിവൈഡ് ചെയ്യേണ്ടത് 7 കൊണ്ടാണ്. 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനാവശ്യം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 7 ആയിരിക്കും. ഇവിടെ ഒരു സീക്വൻസ് ഉണ്ടാക്കാനാ പറഞ്ഞത്. ഇനി ശിഷ്ടം 3 കിട്ടേണ്ടത്. ശിഷ്ടം എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ അത് 3 കിട്ടേണ്ടത്. ബാക്കി 3 വരണം. നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കണേ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. ഏറ്റവും ഈ 3 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രമേ ഇതിൽ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യം പറയണേ. സീക്വൻസ് ഉണ്ടാക്കാൻ പോവാണ്. അതിൽ ആദ്യം നോക്കി, ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ 100 അല്ലേ? 100നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. റിമൈൻഡർ എത്ര വരിക? അല്ലെങ്കിൽ ശിഷ്ടം എത്ര വരും? നോക്കാം. ശിഷ്ടം എത്ര വരിക നോക്കാം. ശ്രദ്ധിക്കണേ. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 100 ഡിവൈഡ് ബൈ 7. 1ന് 7 ഇല്ല, 10ൽ ഒരു 7, 7, 10ന് 7 പോയാൽ 3 ഇത് 30, 4, 28. ശിഷ്ടം 2. ഇതല്ലേ ശിഷ്ടം. ഉത്തരത്തിൽ നിന്ന് ബാക്കി വരുന്ന ആളാണ് ശിഷ്ടം. 14, 7, 98 വരെ വെട്ടി. ബാക്കി വരുന്ന ശിഷ്ടം 2 ആണ്. ശിഷ്ടം എത്രയാണ്? 2. നമുക്ക് ശിഷ്ടം 2 ആണോ കിട്ടണ്ടേ? നമുക്ക് ശിഷ്ടം എത്ര കിട്ടണ്ടേ പറഞ്ഞാണ്? ശിഷ്ടം നമുക്ക് എത്ര കിട്ടണ്ടേ? നമ്മളോട് ശിഷ്ടം 3 അല്ലേ കിട്ടണ്ടേ? റിമൈൻഡർ ശിഷ്ടം 3 കിട്ടും. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് 100ൽ എത്ര 7 ഉണ്ട് എന്ന് നോക്കി. 100ൽ 14 7 98 വരെ 100ൽ നിന്ന് വെട്ടിപ്പോയി. ബാക്കി 2 ബാക്കിയില്ലേ? 98 പോയാൽ ബാക്കി 2 ഇല്ലേ? ആ 2 ആണ് അവിടുത്തെ ശിഷ്ടം. നമുക്കിവിടെ കണ്ടീഷൻ പ്രകാരം കിട്ടേണ്ട ശിഷ്ടം 2 അല്ല, നമുക്ക് കിട്ടേണ്ട ശിഷ്ടം 3 ആണ്. 2 ആണ് ഇപ്പൊ 100നെ ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ശിഷ്ടം. റിമൈൻഡർ ബാക്കി നമുക്ക് 2 അല്ല ആവശ്യം, നമുക്ക് 3 ആണ് ആവശ്യം. അപ്പൊ ഉറപ്പും കൂടി കൂടണ്ടേ? അപ്പൊ ഒന്നുകൂടി കൂടണം. 100 ഉള്ളത് ഒന്നുകൂടി കൂടിയാൽ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് താളെ കിട്ടും 101. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. റിമൈൻഡർ 3 തന്നെ. കാരണം 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ 2 അല്ലേ കിട്ടി. നമുക്ക് 3 അല്ലേ വേണ്ടി. 2ന്ന് 3ക്ക് തന്നെ 1 കൂട്ടണ്ടേ? ആ 1 100ക്ക് കൂട്ടാം. 100. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ സിമ്പിൾ ആണ്. പിന്നെ 7 കൂട്ടിപ്പോയാൽ മതി. അഥവാ കോമൺ ഡിഫറൻസ് 7 ആണ്. 7 കൊണ്ടാണ് ഡിവൈഡ്. 7 കൂട്ടിപ്പോ. അടുത്ത ആള് 108. വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. 108ൽ എത്ര 7? 15 7 35 വരെ വെട്ടിപ്പോവും. അല്ല, 15 7 105 വരെ വെട്ടിപ്പോവും. 106 107 108 3 ബാക്കി ഉണ്ടാവും. അത് ആ 3 ആണ് റിമൈൻഡർ. ഇനി അടുത്ത ആള് 115. 7 വെച്ചാണ് കൂടി പോവാ കേട്ടോ. 7 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഇത് എവിടെയെങ്കിലൊക്കെ നിൽക്കണ്ടേ? ഇതിങ്ങനെ പോയി 1000ത്തിന് അങ്ങോട്ട് പോകാൻ പാടുണ്ടോ? ഇല്ല. 1000ൽ 4 ഡിജിറ്റ് ഉണ്ട്. 3 ഡിജിറ്റുള്ള നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ. ഏറ്റവും മാക്സിമം പോയാൽ നമുക്ക് പോകാൻ പറ്റണത് പറഞ്ഞാൽ 999 വരെ. അപ്പൊ ഞാൻ 999 വരെ ഒന്ന് പോയോക്കാം. 999ന്റെ അവസ്ഥ എന്താ നോക്കാം. 999നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ കിട്ടുക, ബാക്കി കിട്ടുക 5 ആണ്. നമുക്ക് 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ 5 അല്ലേ കിട്ടി. നമുക്ക് 3 കിട്ടിയാ പോലെ ക്വസ്റ്റ്യനില് 5 ആവശ്യമുണ്ടോ? 5 ആവശ്യമില്ലെങ്കിൽ 3 കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 2 ഒഴിവാക്കി കൂടെ. നമുക്ക് 5 ആണ് നമുക്കിപ്പോ കിട്ടിയത്. 999നെ
999 അപ്പുറം മൊമെന്റിൽ 1000 ഒക്കെ വന്നാൽ 4 ഡിജിറ്റാ. 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 5 കിട്ടി. നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ 3 ആണ്. ഇപ്പൊ 2 കുറക്കണ്ടേ? 999 2 കുറച്ചാൽ ലാസ്റ്റത്തെ ഡിജിറ്റ് കിട്ടും 997. അപ്പൊ ഈ സീക്വൻസ് കിട്ടി. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഞാൻ ഇതൊന്നും കേട്ടോ ഇതാണ് ഇവിടെ സ്ഥലം 101, 108, 115, 123 അങ്ങനെ പോയി 997 നിൽക്കുന്നുണ്ടാവുക. സോറി 999 എത്തൂല. ഇതാണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടണം ആൾക്കാർ. ഇനി ഇതിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡാം കാണാം. ഇവരുടെ സമ്മാണ് ചോദിച്ചിരിക്കണം അവരെല്ലാരും കൂട്ടി. സിമ്പിളാ. ഫസ്റ്റ് ഡാം കാണും. ഫസ്റ്റ് ഡാം കാണും 101. ലാസ്റ്റ് ഡാം കാണും 997. ഇവിടെ കോമൺ ഡിഫറൻസ് 7 അല്ലെ? നമ്പർ ഓഫ് ടേംസ് എത്ര ഡാം ഉണ്ടെന്ന് കാണാനുള്ള ഇക്വേഷനിൽ xn - x1/d + 1. അഥവാ ഇവിടുത്തെ എത്ര ഡാം ഉണ്ടെന്ന് കാണാം. 100, 108 അങ്ങനെ ചൊല്ലി 997 വരെ എണ്ണി നോക്കൂ. ഇല്ല, എണ്ണം കാണും. ഇക്വേഷൻ ഉണ്ട്. n is equal to xn ലാസ്റ്റ് ഡാം 997 - x1 ഫസ്റ്റ് ഡാം 101 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 7 + 1. 997 896 ഡിവൈഡ് ബൈ 7 + 1. 896 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 700, 100, 140, 20, 20, 128 + 1. അപ്പൊ എത്ര വരും? 129 പദങ്ങളുണ്ട് ഇവിടെ. എത്ര പദങ്ങളുണ്ട്? 129 പദങ്ങളാണുള്ളത്. അത്രയും പദത്തിന്റെ തുകയാണ് കാണാനുള്ളത്. തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? Sn is equal to n/2 into x1 plus xn ആണോ അല്ലേ? എന്നാ ഇതില് എത്ര പദങ്ങളുണ്ട് എന്നാ പറഞ്ഞേ? 129 എണ്ണല്ലേ? അപ്പൊ എന്നിലോടത്തൊക്കെ 129 കൊടുത്താണ്. എന്നെ കാണുന്ന 3 സ്ഥലങ്ങൾ ഇവിടെ എണ്ണുണ്ട്, ഇവിടെ എണ്ണുണ്ട്, ഇവിടെ എണ്ണുണ്ട്. 3 സ്ഥലങ്ങളുടെ 129 ആക്കിയാണ്. s 129 is equal to 129/2 into x1 plus x 129 ആണോ അല്ലേ? 129ന്റെ പകുതി കാണാൻ വയ്ക്കൂല, റിസ്ക് അല്ലേ, പോയിന്റ് ഒക്കെ വരില്ല, ഓഡ് നമ്പർ അല്ലേ, അവിടെ വെക്കട്ടെ. ഇത് ആവശ്യമുണ്ട്, നമുക്ക് പരിപാടി ചെയ്യാം. x1 എത്ര? ഫസ്റ്റ് ഇടാം 129ാമത്തെ ഡാം എത്രയാണ്? 997 വരെ. കാരണം ഇവിടെ 129 ഡാം ഉണ്ട്. അതിൽ 129ാമത്തെ ആളാണ് ഏറ്റവും ലാസ്റ്റ് താളാണ്. സോ x1 എന്ന ഫസ്റ്റ് താളം 129, x 129 ലാസ്റ്റ് താള് 997. സോ അവിടെ കിട്ടുക 129/2 ഇൻറ്റു ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 1098 എന്ന് പറയും. 1098 ഡിവൈഡ് ചെയ്യാൻ വയ്ക്കൂ. 129 × 1098 എന്ന് വരും. ഇവിടെ 1090 മേലുള്ള ഏതെങ്കിലും ഒരു സംഖ്യനെ താഴെയുള്ള 2 കൊണ്ട് വെട്ടാൻ പറ്റുമോ? ഇത് ഒറ്റ സംഖ്യനെ വെട്ടാൻ പറ്റൂല. ഇവിടെ വെട്ടാം. 129 ഞാൻ എന്തായിട്ടാണെന്ന് അറിയാം കണ്ടോ. 1098 2 കൊണ്ട് വെട്ടാണ്. 1098 2 കൊണ്ട് വെട്ടിയ പകുതിയോ? അപ്പൊ എത്ര വരും? 1000ന്റെ പകുതി 500, 98ന്റെ പകുതി 49, 540. അപ്പൊ ബാക്കി ഇനി ഇവിടെ ഉള്ള 129 × 549. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാൻ പോണത്തിന് എത്രയൊക്കെയാണ് അറിയാം? 29 × 549 പറയുമ്പോൾ 13 × 85 ചെയ്ത് കഴിഞ്ഞാൽ 70, 500, 71, 500, 71, 500 നിന്ന് 530 പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇതായിരിക്കും സമ്മായിട്ട് കിട്ടുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. 129 പദങ്ങളുടെ സമ്മ് 70,820. ഇതേ രീതിയിലാണ് ഇതും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾ ആണ് കാണാനുള്ളത്. 3 ഡിജിറ്റ് ആണ്. ഏറ്റവും ചെറുത് 100 ആണ്. 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ റിമൈൻഡർ 1 കിട്ടും. 9ന്റെ മൾട്ടിപ്പിൾസ് ആണ് എടുക്കേണ്ടത്. 9ന്റെ മൾട്ടിപ്പിൾ പറയുമ്പോൾ മനസ്സിലാക്കുക. 9ന്റെ ഏതൊരു മൾട്ടിപ്പിൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ അവിടെ വരാൻ പറ്റൂല. റിമൈൻഡറിന് ബാക്കിയാ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത ബാക്കിയുള്ള ആൾ ബാക്കി വരാൻ പാടില്ല. 9ന്റെ കൂടെ പട്ടികത്തെ ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് മൾട്ടിപ്പിൾ എന്ന് കേട്ടാൽ പിന്നെ അവിടെ റിമൈൻഡർ 0 വരാൻ പാടില്ല. അവിടെ റിമൈൻഡർ 1 ഒന്നില്ലേ. അപ്പൊ റിമൈൻഡർ 0 ആണെങ്കിൽ ഒരു 1 കുറക്കണ്ടേ? 100 1 കുറച്ച 99 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡാം. പക്ഷെ എടുക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? 99 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ 99 പറ്റൂല. 99 നമുക്ക് സീക്വൻസ് ചെയ്തുമ്പോ തുടങ്ങുക 99ലാ. പിന്നെ 9 കൂട്ടി പോകും. അപ്പൊ 108, 117, 126 അങ്ങനെ പോകുമ്പോ ലാസ്റ്റ് കാണാൻ അറിയില്ല. ഇതേ പരിപാടിയാണ്. 999 9ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ നോക്കുക. ഉണ്ട്, കറക്റ്റാ. ഇപ്പൊ 999 അവസാനിക്കുക. അതൊക്കെ നിങ്ങൾ സാധാ പോലെ ചെയ്തു. റിമൈൻഡർ അവിടെ 0 ആണ് കിട്ടേണ്ടത്. ഗുണനം എന്ന് പറഞ്ഞത് ഇത് മൾട്ടിപ്പിൾ എന്നാ പറഞ്ഞിരിക്കണേ. റിമൈൻഡർ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തെടുക്കാൻ പാടില്ല, ഈ 99 എടുക്കാൻ പാടില്ല. കാരണം 99 എത്ര ഡിജിറ്റ് ഉള്ളൂ? 2 ഡിജിറ്റ് ഉള്ളൂ. 99 കഴിഞ്ഞാൽ അടുത്ത ആളില്ലേ 108, അത് മുതലാണ് തുടങ്ങിയാൽ മതി. പറഞ്ഞു നിങ്ങൾ ചെയ്തു നോക്കുക. സോ ഏതായാലും ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് തുകയുടെ ബീജഗണിത രൂപം. സാധാരണ ഒരു ബീജഗണിത രൂപം, സാധാരണ ഒരു അൽജിബ്രൈക് ഫോം മക്കൾ എല്ലാവരും കേട്ടില്ലേ? xn is equal to dn plus f minus d നിങ്ങൾ എല്ലാവരും പഠിച്ചില്ലേ? ഇത് ഒരു ശ്രേണിയുടെ തുക കാണാനുള്ള ബീജഗണിത രൂപം. മറ്റേത് പദം കാണാൻ, ടേം കാണാൻ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഈ ശ്രേണിത്തെ എത്രാമത്തെ ടേം ആണെങ്കിലും കാണാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഈ ശ്രേണിത്തെ എത്ര ടേംസിനെ ആണെങ്കിലും കൂട്ടാം.
എത്ര ടേം ആണെങ്കിലും കൂട്ടിയാൽ കിട്ടണ ഉത്തരം പെട്ടെന്ന് കിട്ടും. അപ്പൊ ചില ആൾക്കാരുടെങ്കിലും ഡൗട്ട്, സാറേ ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ തുക കാണാന്, എവിടെ ഇപ്പത് ഇതാ ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ സാറേ, ഇത് എസ് എൻ സം കാണാനുള്ള ഇക്വേഷൻ, പിന്നെ എന്തിനാ അതെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. അത് ഇക്വേഷൻ ആണ്, അതേ സാധനം തന്നെയാണ് ഇത്, പക്ഷെ ഇത് ആൾജിബ്രായിക് ഫോം ആണ്. രണ്ട് ചെയ്താലും കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. ഇത് തുകയുടെ ബീജഗണിത രൂപം. ഇത് പ്രൂഫുകളിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം എന്ന് പ്രത്യേകം ചോദിച്ചാൽ ഇതാണ് യൂസ് ചെയ്യുക. ചില ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ പഠിച്ച ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല കേട്ടാ. എസ് എൻ എസ് ഈക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്നായിരിക്കും ഉണ്ടാവുക. അവിടെ നിങ്ങൾ പഠിക്കുക പി എന്ന് പറഞ്ഞാൽ d/2 ആയിരിക്കും. അടാ ഇവിടെ പി വരണ്ടോടത്ത് ഞാൻ d/2 എന്ന് ഇട്ടു, ഓക്കെ ആണല്ലോ. ഇനി ക്യൂ എന്ന് വരിക f മൈനസ് d/2 ആയിരിക്കും, അല്ലെങ്കിൽ f മൈനസ് പി, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, മറക്കണ്ട. അപ്പൊ സെയിം സാധനം തന്നെയാണത്. പക്ഷെ ഇത് പഠിച്ചാലുള്ള മെച്ചം, ചിലപ്പോൾ പഠിക്കണ സമയത്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ ഞാൻ പറയാ ഭയങ്കര സുഖ. ഇത് എങ്ങനെ പഠിച്ചാൽ മതി അറിയാം. സമ്മിന്റെ ആൾജിബ്രായിക് ഫോമില് രണ്ട് ടേമാ ഉള്ളത്, എൻ സ്ക്വയറിലുള്ള ഒരു ടേമും എൻ ഉള്ള ഒരു ടേമും. ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു ടേമും ഇവിടെ ഒരു ടേമും. എൻ സ്ക്വയറിന്റെ ഒപ്പം വരുന്ന ആള് d/2, എൻ സ്ക്വയറിന്റെ ഒപ്പം d/2 വരും. എന്നിന്റെ ഒപ്പം എഫ് മൈനസ് d/2, എന്നിന്റെ ഒപ്പം എഫ് മൈനസ് d/2, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ രണ്ട് ടേം, എൻ സ്ക്വയറിന്റെ ടേം, എന്നിന്റെ ടേം, എന്നിന്റെ ഒപ്പം എൻ സ്ക്വയറിന്റെ ഒപ്പം d/2, എന്നിന്റെ ഒപ്പം എഫ് മൈനസ് d/2. അപ്പൊ എന്ത് വരും? d/2 എൻ സ്ക്വയർ പ്ലസ് എഫ് മൈനസ് d/2 എൻ. അങ്ങനെ പഠിച്ചാൽ എന്തായാലും ഏകദേശം ശ്രേണിന്റെ കാണാൻ പറ്റും. ഇപ്പതാ 6, 10, 14 എക്സെട്ര. ഇതൊക്കെ പാടെ ഞാൻ കുറച്ച് ആൾക്കാരെ കൂട്ടണം, പക്ഷെ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ആണ്. അതിന് ഞാൻ ചെയ്യണ പരിപാടി കണ്ടോട്ടെ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇത് ഐഡിയ കിട്ടിയാൽ മതി. കോമൺ ഡിഫറൻസ് എത്ര ഇവിടെ? 4 അല്ലേ വരിക. പക്ഷെ നമുക്ക് സമ്മിന്റെ തുകയുടെ ബീജഗണിത രൂപം പ്രത്യേകം ഉണ്ട്. സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ഇതാണല്ലോ, സാധാ ആൾജിബ്രായിക് ഫോം ആണ് സമ്മിന്റെ തുകയുടെ ബീജഗണിത രൂപം കാണുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് ഡി കാണാനില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ d/2. d/2 ആണ് ഡിയുടെ പകുതിയാ. അപ്പൊ നിങ്ങൾ ആദ്യം d/2 കണ്ടെച്ചാൽ നിങ്ങൾക്ക് അത്രയും നല്ലതാ, പറഞ്ഞേ ഉള്ളൂ. d4 ആണെങ്കിൽ d/2 എത്രയെന്ന് പറയാൻ പറ്റും? 2 അല്ലേ വരിക, d/2 2 അല്ലേ വരിക. ഇനി എഫ് എത്രയെന്ന് പറയാൻ പറ്റും? എഫ് എത്രയെന്ന് പറയാൻ പറ്റും? ഫസ്റ്റ് ടേം 6 അല്ലേ വരിക. അഥവാ തുകയുടെ ബീജഗണിത രൂപം കാണാൻ നമുക്ക് ഈ രണ്ടാൾക്കാരെ മതി. ഫസ്റ്റ് ടേമും d/2. ഡീന് ആവശ്യമില്ല, ഡീനെ നമുക്കത് ചെയ്യാൻ എന്തല്ല ആവശ്യമില്ല. d/2 മതി, ഡീന്റെ പകുതി. അതാവും ഒന്നുകൂടി നല്ലത്. സോ എങ്ങനെ ചെയ്യാൻ നോക്കാം. സമ്മിന്റെ ആൾജിബ്രായിക് ഫോം എന്താ? എസ് എൻ എസ് ഈക്വൽ ടു d/2 എൻ സ്ക്വയർ പ്ലസ് എഫ് മൈനസ് d/2 ഇൻറ്റു എൻ. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. d/2 എത്ര കുട്ടികളെ? കുഞ്ഞുമണികളിലെ d/2 എത്ര? 4 അല്ലേ? അല്ലല്ലല്ല, ഡി ആണ്. d/2 ഇവിടെയാണ്. d/2 എത്ര? 2 എൻ സ്ക്വയർ പ്ലസ് എഫ് എത്ര? ഫസ്റ്റ് ടേം 6 മൈനസ് d/2 വീണ്ടും 2. ഡി എടുക്കരുത് കേട്ടോ, ഡി എടുക്കരുത്, ഡീന്റെ പകുതിയാണ് എടുക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ 4/2 എന്ന രീതി കഷ്ടപ്പെടുന്നുണ്ട്. ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് d/2 ഇൻറ്റു എൻ. അപ്പൊ 2n സ്ക്വയർ പ്ലസ് 6ന്ന് 2 പോയാൽ 4 അല്ലേ? 4. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? എൻ സ്ക്വയറിന്റെ ഒപ്പം ഒരു ടേം, എന്നിന്റെ ഒപ്പം ഒരു ടേം, ഇത്രേ ഉള്ളൂ. സോ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം കിട്ടി എസ് എൻ എസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 4. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് പരിപാടി പറഞ്ഞുതരാം. ഇപ്പൊ എസ് എൻ എസ് ഈക്വൽ 2n സ്ക്വയർ പ്ലസ് 4 തന്നെയാണ് കിട്ടിയത്, ആണോ അല്ലേ? ആ ശ്രേണി 6, 10, 14 എക്സെട്രയാണ്. ഈ ശ്രേണിത്തെ ഒരു 3 പദങ്ങളുടെ തുക കാണണം. അപ്പൊ നമ്മൾ എന്നിലോടത്ത് 3 കൊടുത്താൽ മതി. ഞാൻ വെറുതെ ഈ ശ്രേണിത്തെ 3 പദങ്ങൾ വെറുതെ ഒന്ന് കൂട്ടി വെക്കുകയാണ്. 6, 10, 11 ഒക്കെ പാടെ കൂട്ടി എത്ര കിട്ടുക വെറുതെ ഒന്ന് കൂട്ടി വെക്കട്ടെ. 30 കിട്ടുക. ഇതന്നെയാണ് ഇവിടെ കിട്ടുക നോക്കാം. 3 പദങ്ങളുടെ തുക എന്നിലോടത്തൊക്കെ 3 കൊടുക്കുക. 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3, ദാറ്റ് ഈസ് 2 ഇൻറ്റു 3ന്റെ സ്ക്വയർ 9, 4 ഇൻറ്റു 3 12, 2 ഇൻറ്റു 9. ഞാൻ പറഞ്ഞു ബോർഡ് മാസിൽ ഒരു ഓവറിനില്ല, ഓർഡർ എന്ന പവർ ആണ്. ഉണ്ടോ? പവർ ആദ്യം ചെയ്യണം, എന്നിട്ടേ ഗുണിക്കാൻ പാടുള്ളൂ. 18 പ്ലസ് 12 30. ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. 3 പദങ്ങളുടെ തുക 30 കിട്ടുക എന്നാണ് ഇക്വേഷൻ പറയുന്നത്. ആണോ കിട്ടിയിരിക്കണേ? 6, 10, 14 കുട്ടിയൊക്കെ 6ക്ക് 10 കുട്ടിയെ 16, 16ക്ക് 14 കുട്ടിയെ 30. കറക്റ്റ് അല്ലേടാ? ആണോ അല്ലേ? ഇതാണ് ഇതിന്റെ മെച്ചം. എത്ര 1000 പദങ്ങളുടെ തുക കണ്ടുകൂടെ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച്? ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം, തലകുത്തനെ. നേരത്തെ പറഞ്ഞ നേരെ തന്നെ ഞാൻ ഒരു ഇക്വേഷൻ ഇങ്ങനെ തരികയാണ്. എസ് എൻ എസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 4n തരികയാണ്. ഇങ്ങനെ തന്നിട്ടുള്ളൂ. ഇത് ഏത് ശ്രേണിൻ്റെതാണ്? തിരിച്ച് ഇപ്പൊ മറ്റു ശ്രേണി എന്നിട്ട് ഇത് ഇക്വേഷൻ തന്നു, എന്നിട്ട് ശ്രേണിന്റെ ഏതാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം. എസ് എൻ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചത് എന്താ? d/2 n സ്ക്വയർ പ്ലസ് എഫ് മൈനസ് d/2 ഇൻറ്റു എൻ അല്ലേ കുട്ടികളെ? ഘടകങ്ങൾ ശ്രദ്ധിച്ചോ. n/2 n സ്ക്വയറിന്റെ ഒപ്പം d/2 അല്ലേ? ഇവിടെ n സ്ക്വയറിന്റെ പര 2. അപ്പൊ n സ്ക്വയറിന്റെ പാളം വരുന്ന ആള് d/2 ചെയ്യാറ്. ഡിന്റെ പകുതി 2 ആണെങ്കിൽ d എത്ര? മനസ്സിലാക്കുക. സമ്മിന്റെ ആൾജിബ്രായിക് ഫോം നിങ്ങൾക്ക് d കിട്ടാൻ പോണില്ല. നമ്മൾ യൂസ് ചെയ്തത് മൊത്തം d/2 ആണ്. അപ്പൊ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം n സ്ക്വയർ ഒക്കെ വന്നാൽ സമ്മിന്റെ കേട്ടോ, സാധ്യമല്ല.
അപ്പൊ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് d/2 രണ്ടാണെങ്കിൽ d എത്രയെന്ന് പറയാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ, ഈ ബൈ 2 അങ്ങോട്ട് പോയാൽ പോരെ. അപ്പൊ ബൈ 2 അങ്ങോട്ട് പോയാൽ 2 × 2 എന്നാവൂലേ. അപ്പൊ അത് 4 ആയിട്ട് മാറൂലേ കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ഡാം എത്രയെന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് ഡാം കാണാൻ ഞാൻ ഒരു ഐഡിയ എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട്. എന്നാളൊക്കെയാണ് പൊത്തി പിടിച്ചോ. ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n² ഉണ്ട്. അത് രണ്ടൊന്ന് പൊത്തി പിടിച്ച് നോക്കി. n² ഒന്ന് പൊത്തി പിടിച്ച് നോക്കി. ബാക്കിയൊന്ന് വായിച്ചാണ്. ബാക്കി വായിച്ചൊരു 2 + 4 മാത്രമല്ലേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. 6. 6 തുടങ്ങണം, 4 കൂട്ടി പോണം. ഇതന്നല്ലേ കുഞ്ഞുമണികളെ നമ്മളെ സീക്വൻസ് ആണോ നോക്കി. അപ്പൊ തല കുത്തനെയും ചെയ്യാൻ അറിയണം, പറഞ്ഞേ ഉള്ളൂ. സോ വ്യൂ വേണ്ട ആൾക്കാര് നോക്കി ഏതായാലും ഇത് നോക്കാം. ഇത് ശ്രദ്ധിച്ച് 2-3 ഞാൻ ചെയ്തുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്യേണ്ടി വരും. നോക്കിക്കോ, ചില സമാന്തര ശ്രേണികളുടെ n-ാമ്പത് തന്നിക്കണേ. n-ാമ്പത് എന്ന് പറഞ്ഞാൽ xn ആണ്. ഇവിടെ നിങ്ങൾ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കണം xn ആണ് ഇവിടെ തന്നിക്കണേ. ഇത് എന്ത് ബീജഗണിത രൂപ? സാധാ ബീജഗണിത രൂപ. സാധാ ബീജഗണിത രൂപം, ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം. മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആൾജിബ്രായിക് ഫോം, സാധാ ആൾജിബ്രായിക് ഫോം. ഇനി നമ്മൾ കാണേണ്ടത് തുകയുടെ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം. ആൾജിബ്രായിക് ഫോം ഓഫ് സം ആണ് നമ്മൾ കാണേണ്ടത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അറിയാന്ന് പ്രതീക്ഷിക്കണു. സാധാ ആൾജിബ്രായിക് ഫോം xn = dn + f - d. അറിയില്ലേ? തുകയുടെ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം xn = d/2 n² + f - d/2 n. ആണോ അല്ലേ? കണക്ഷൻ കിട്ടണം കേട്ടോ. ഇങ്ങോട്ടോ, ഇത് ഓക്കെ ആണെങ്കിൽ നോക്കാം, നോക്കിക്കോ, അല്ലെങ്കിൽ നോക്കണമെന്നില്ല. ആ സാധാ ബീജഗണിത രൂപം കണ്ടോ? സാധാ ബീജഗണിത രൂപം നോക്കി. xn = n-ാമ്പത് തന്നെ nth ഇടാം, 2n + 3. ഇത് നിങ്ങൾക്ക് തന്നിക്കണേ, ഏതൊരു ശ്രേണിൻ്റെതാണോ. അപ്പൊ ആ ശ്രേണി കണ്ടുപിടിക്കുക, എന്നിട്ട് തുകയുടെ ബീജഗണിത രൂപം കാണാം. കണ്ടോളി, സിമ്പിൾ. എപ്പോഴും മനസ്സിലാക്കുക, സാധാ ആൾജിബ്രായിക് ഫോം എന്ന് d കാണുമ്പോൾ സിമ്പിൾ ആണ്. n-ന്റെ ഒപ്പം ആരാ നോക്കിയാൽ മതി. n-ന്റെ ഒപ്പം 2 അല്ലേ, അതായിരിക്കും d. f കാണണമെങ്കിൽ n-നെ പൊത്തി പിടിച്ചാൽ മതി. n-നെ പൊത്തി പിടിച്ചാൽ എന്താ വരിക? 2 + 3, 2 + 3 5 വരും. സോ സീക്വൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് 2ഉം ഫസ്റ്റ് ടേം 5 ആയിട്ടുള്ള സീക്വൻസ് എടുത്താൽ ഫസ്റ്റ് ടേം 5, കോമൺ ഡിഫറൻസ് 2, 7 കൂട്ട്, 2 കൂട്ടി പോവാം. 5, 7, 9, 11 അങ്ങനെ പോകും. ആണോ അല്ലേ? സോ ഇനി എങ്ങനെയാണ് ഈ സീക്വൻസിന്റെ എന്ത് കാണുക? സമ്മിന്റെ ആൾജിബ്രായിക് ഫോം കാണുക വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് പറഞ്ഞാണ് 2. കോമൺ ഡിഫറൻസ് സമ്മിന്റെ ആൾജിബ്രായിക് ഫോം കാണുമ്പോൾ മാക്സിമം d/2 തന്നെ കണ്ടുവെക്കുക. കോമൺ ഡിഫറൻസ് 2 ഞാൻ എന്റെ പകുതിയാണ് 1 അല്ലേ വരിക. ഫസ്റ്റ് ടേം എത്രയും? ഫസ്റ്റ് ടേം 5. ആണോ അല്ലേ? സോ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം xn = d/2 n² + f - d/2 × n ആണ്. അപ്പൊ xn = നോക്കിക്കോ, d/2 എത്ര? കുഞ്ഞുമണികളെ d/2 1 അല്ലേ, f 5. അപ്പൊ d/2 പറഞ്ഞാൽ 1 n² + f എന്ന് പറഞ്ഞാൽ 5 - d/2 വീണ്ടും 1 × n. d എടുക്കരുത് കേട്ടോ. 1 n² എന്ന് പറഞ്ഞാൽ n² എന്ന് എഴുതിയാൽ മതി. ആരും ഇല്ലാത്തവർക്ക് പടച്ചോൻ കാവലുണ്ട്. വെറുതെ ഒരു n² നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കരുതരുത് അതൊരു n² ആണ്, അത് 1 n² ആണ്. 1 ഇടണം കേട്ടോ. കണക്ക് ചെയ്യുന്ന സമയത്ത് ചില എന്താളും ഇടൂല. മറ്റേ f കാണുന്ന നേരത്ത് പൊത്താൻ പറഞ്ഞാൽ ഒന്നായിട്ടാണ് പൊത്തും, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. സോ ദെൻ ആരും ഇല്ലാത്തവർക്ക് പടച്ചോൻ കാവലുണ്ട് എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ ആരും ഇല്ലെങ്കിലോ, ഇവിടെ n വരണ്ടല്ലേ. വരണ്ട എന്തിനെ കാണാൻ, അല്ലെങ്കിൽ അത് ചെയ്താൽ കൊണ്ടുപോയതാണ്. ഇപ്പൊ ഇവിടെ n വരേണ്ടതാണ്. അപ്പൊ ഇവിടെ n മാത്രമാണെങ്കിൽ നമുക്ക് പറയാം ആരും ഇല്ലാത്തവർക്ക് പടച്ചോൻ കാണുന്നുണ്ട്, അവിടെ 1 ഉണ്ട് n. അപ്പം ഇവിടെ കാണാനുള്ള എന്നിനെ കാണാനേ ഇല്ല. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക അത് 0 തന്നെയാണ്, ചെയ്ത്താൻ കൊണ്ടുപോയതാണ്. ചെയ്ത്താൻ 0, 1 പടച്ചോ. ഇങ്ങോട്ട് പോയി n² + 5 നിന്ന് പോയാൽ 4 n. സോ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം കിട്ടിയില്ലേ? ആണോ അല്ലേ? സിമ്പിൾ അല്ലേ? ഇതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാം. വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ ചെയ്തുതരാം. 3n - 2 xn = 3n - 2. നോക്കി കേട്ടോ, d എത്ര വരിക? കണ്ടാൽ തന്നെ അറിയാം n-ന്റെ ഒപ്പം ഉള്ള ആളാണ്. നിങ്ങൾക്ക് അറിയാം xn = dn + f - d ആണെന്ന് അറിയാം. അതിൽ n-ന്റെ ഒപ്പം d ആണ്. അപ്പൊ d പറഞ്ഞാൽ 3 ആണ്. f എന്ന് പറഞ്ഞാൽ n പൊത്തി പിടിച്ചാൽ ബാക്കി 3 - 2 1 വരും. 1 തുടങ്ങി 3 കൂട്ടി പോരെങ്കിൽ 1, 4, 7, 10 ഇങ്ങനെ പോകും. ആണോ അല്ലേ? അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം 3 ആണെന്നുള്ളത്. ഇനി ഫസ്റ്റ് ടേം നിങ്ങൾക്ക് അറിയാം 1 ആണെന്നുള്ളത്. ഇപ്പൊ കോമൺ ഡിഫറൻസിന്റെ പകുതി ആദ്യം കണ്ടുപിടിക്കാം. 3ന്റെ പകുതി പറഞ്ഞാൽ 3/2. വേണമെങ്കിൽ 1.5 എഴുതാം, വേണമെങ്കിൽ എഴുതിയാൽ മതി. വേണമെങ്കിൽ എഴുതാം 1.5. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എങ്ങനെ ചെയ്യാം? സമ്മിന്റെ ആൾജിബ്രായിക് ഫോം എന്താ? d/2 n² +
എഫ് മൈനസ് ഡി ബൈ ടു ഇൻറ്റു എൻ അല്ലേ. ഡി ബൈ ടു എത്ര 1.5 എൻ സ്ക്വയർ പ്ലസ് എഫ് എത്ര 1 മൈനസ് ഡി ബൈ ടു വീണ്ടും 1.5. ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കിക്കോ 1.5 എൻ സ്ക്വയർ പ്ലസ് 1 മൈനസ് 1.5. 1.5 എത്ര 1.1 എത്ര അര. അപ്പൊ 1.1 പോയാൽ മൈനസ് അര. ഇവിടെ പ്ലസ് അല്ല വരിക മൈനസ് ആ വരിക. മൈനസ് അര പറഞ്ഞ 0.5 കിട്ടും. ഇതായിരിക്കും ആൻസർ വരിക. ഇനി നിങ്ങൾക്ക് ഇത് ഫ്രാക്ഷൻ ആക്കി എഴുതണമെങ്കിൽ സിമ്പിളാണ്. ഈക്വൽ ടു ഇവിടെ എൻ സ്ക്വയറിന്റെ ഒരു ടേം ഇവിടെ എന്നിന്റെ ടേം ഇവിടെ മൈനസ് ആണ്. 0.5 പറഞ്ഞാൽ 1ന്റെ പകുതി അല്ലേ. അപ്പോ 0.5 ആണെങ്കിൽ 1/2 എഴുതാം. 1ന്റെ പകുതി 1.5 ആര പകുതി 1.5 ആര പകുതിയാ 3ന്റെ പകുതി അല്ലേ. അപ്പൊ 1.5 എന്നുള്ളതിന് 3/2 എഴുതാം. നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആക്കി ഒറ്റടിക്ക് എഴുതാം. സിമ്പിൾ അല്ലേടാ. 1.5 എന്ന് പറയുമ്പോൾ 1.5 ആര പകുതിയാ 1ന്റെ ഇരട്ടി 2 അരന്റെ ഇരട്ടി 1 2 3ന്റെ പകുതിയാണ് ആണോ അല്ലേ. അര അതൊന്നും അറിയില്ലേ 1ന്റെ പകുതിയാണ് അര. ഏതായാലും ഇനി തിരിച്ചു തന്നാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ ഇങ്ങനെയാണ് തന്നിക്കണം. അപ്പൊ ഇത് സമ്മിന്റെ ആണ് മനസ്സിലാക്കുക. സമ്മിന്റെ അൽജിബ്രൈക് ഫോം ആണ്. തുകയുടെ ബീജഗണിത രൂപം തന്നിക്കണം. കണ്ടോയി ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ പറഞ്ഞത് തുകയുടെ ബീജഗണിത രൂപത്തിൽ നിന്ന് എങ്ങനെ ഡി കാണും. ഡി കിട്ടൂല ഡി ബൈ ടു ആണ് കിട്ടുക. ഞാൻ പറഞ്ഞു എൻ സ്ക്വയറിന്റെ അപ്പോൾ ഉള്ളതാണ് ഡി ബൈ ടു. അപ്പൊ ഡി എന്താ വരും 2ന്റെ ഡബിൾ വരും 4 വരും. ബൈ 2 അങ്ങോട്ട് പോകും ഇൻറ്റു 4 ഇൻറ്റു 2. ഇനി ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് പൊത്തി പിടിച്ചാൽ മതി. എന്ന് പൊത്തുന്നതിന് മുന്നേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആരുമില്ലാതെ ഇന്ന് നിൽക്കണില്ല. അതിന്റെ മുന്നിൽ 1 ഉണ്ട്. ആക്കരുത്. ഇവിടെ ആരില്ലാതെ നിൽക്കണ ഇന്നിന്റെ മുന്നിൽ ആരുണ്ട് 1 ഉണ്ട്. ആരില്ലാത്തവർക്ക് പടച്ചവരുണ്ട്. ഇനി എന്നെ ഒന്ന് പൊത്തി നോക്കി. ഇവിടെ എന്ന് പൊത്തി ഇവിടെ എൻ സ്ക്വയറും പൊത്തി. ബാക്കി എന്തായാലും 2 + 1 ആണോ അല്ലേ. അപ്പൊ എത്ര വരും എഫ് എപ്പോഴും പൊത്തി കണ്ട് എടുക്കണ്ട കേട്ടോ. 2 + 1 3 വരും. ആണെങ്കിൽ സീക്വൻസ് ഒക്കെ ചെയ്താം. ഫസ്റ്റ് ടൈം 3 4 കൂട്ടി പോർന്ന 7 11 15 അങ്ങനെ പോകും. എന്തോ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനി എങ്ങനെ ആൽജിബ്രൈക് സാധാ ആൽജിബ്രൈക് ഫോം കാണുന്നതാണ്. nth ടേം കാണുന്നതാണ്. nth ടേം എന്നാം പദം എന്ന് പറഞ്ഞാൽ എക്സ് ആണ് സാധാ ആൽജിബ്രൈക് ഫോം. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്താ എക്സ് എൻ എസ് ഈക്വൽ ടു ഡി എത്ര കുട്ടികളെ ഡി നിങ്ങൾക്ക് അറിയില്ലേ 4 n പ്ലസ് എഫ് എത്ര 3 മൈനസ് ഡി എത്ര വീണ്ടും 4. സോ 4n 3 4 -1. സോ എക്സ് എൻ എസ് ഈക്വൽ ടു 4n -1. ഒക്കെയാണെങ്കിൽ ഇത് പ്രാക്ടിക്കൽ ഓക്കെ ആണല്ലോ. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്ത് നോക്കുക ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ സമ്മ് ആണ് എങ്ങനെ 10ാമത്തെ ടേം 50. ഇതും കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 10ാമത്തെ ടേം 50 10ാമത്തെ ടേം 50 21ാമത്തെ ടേം 75 30 ടേംസിന്റെ സമയം. അതിന്റെ മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ 5 ടേം ഉണ്ട് എഴുതിക്കോ. x1 x2 x3 x4 x5 അല്ലെങ്കിൽ 7 ടേം ഉണ്ട് x. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് മിഡ് ടേം. എങ്ങനെ മിഡ് ടേം ആണ് 7 ആൾക്കാരുണ്ടെങ്കിൽ 7 1 തൊട്ട് 8 അതിന്റെ പകുതി 4ാമത്തെ ആൾക്കാരെ മിഡ് ടേം. ഇത് മിഡ് ടേം. ഇതിന്റെ അപ്പുറമുള്ള ആൾക്കാരെയാണ് നമ്മൾ പെയർ എന്ന് വിളിച്ച പെയർ ആണോ അല്ലേ. ഈ പെയറുകളുടെ ഒക്കെ സമ്മ സെയിം ആയിരിക്കും. അങ്ങനെ പെയർ ചെയ്തതാ ഫസ്റ്റത്തെ പെയറാണ് ഫസ്റ്റും ലാസ്റ്റും ഉള്ള പെയർ. ഇതാ x1ഉം x7ഉം കൂടി കൂട്ടിയാലുള്ള ഉത്തരാണ് ഒരു പെയർ. ഇനി അടുത്തതാണ് x2ഉം x6ഉം കൂട്ടിയത് x2 + x6. അടുത്തതാണ് x3ഉം x5ഉം കൂട്ടിയത് x3ഉം x5ഉം കൂട്ടിയത്. ഇതൊക്കെ പെയറാണ്. ഇതൊക്കെ ഉത്തരം സെയിം ആണ് കേട്ടോ. എങ്ങനെ മനസ്സിലാവും അറിയോ. ഇതൊക്കെ പെയറാണ് ഒറ്റ കാണല്ലോ. എങ്ങനെ മനസ്സിലാവും അറിയോ. ഇത് ചെയ്താൽ കിട്ടുന്ന അതെ ഇതിപ്പോ ചെയ്താൽ 50 ഇത് കൂട്ടി 50 ആണെങ്കിൽ ഇത് കൂട്ടിയാൽ 50 ഇത് കൂട്ടിയാൽ 50 ഈ രണ്ടെണ്ണം വെച്ചുള്ളതാണ് പെയർ. ഇതെങ്ങനെ മനസ്സിലാവുക വെച്ചാൽ ഇതിന്റെ പൊസിഷൻ നോക്കുക 1 അല്ലേ. ഇതിന്റെ പൊസിഷൻ 7 അല്ലേ. 1 7 കൂട്ടി അത്രേ. ആ സംഖ്യ 8 ആണ്. 8ന് പ്രാധാന്യമൊന്നുമില്ല. അവിടെ ഒരു സംഖ്യ കിട്ടിയാലോ. ഇനി ഇവിടെ 2 6 കൂട്ടി നോക്കി അതും 8 തന്നെയല്ലേ. 3 5 കൂട്ടിയ അതും 8 തന്നെയല്ലേ. 1 7 കൂട്ടിയ അതും 8 തന്നെയല്ലേ. കണ്ടോ പൊസിഷൻ കൂട്ടിയ സെയിം ആണോ നോക്കിയാൽ മതി. പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് x1 + x7 പകരം വേണമെങ്കിൽ x2 + x6 എന്ന് എഴുതാം. x3 + x5 എന്ന് എഴുതാം. കൺസെപ്റ്റ് ഓക്കെയാണ് പ്രതീക്ഷിക്കണം. ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പെയറിന്റെ ഒക്കെ ഭാഗത്ത് ഇവിടെ നോക്കിക്കോ 30 ടേംസിന്റെ സം പറയുമ്പോൾ എന്താ വരിക. സമ്മിന്റെ ഇക്വേഷൻ എന്താ n/2 × x1 + xn ആണോ അല്ലേ. എന്താ 30 ടേംസിന്റെ സം പറയുമ്പോൾ എന്നിലോടത്തൊക്കെ 30 ആക്കുക. 30/2 × x1 + x 30 ആണോ അല്ലേ. ഇങ്ങോട്ട് പോയിക്കോട്ടോ. ഇങ്ങോട്ട് നോക്കിക്കോ 30ന്റെ പകുതി 15 × x1 + x 30 ആണോ അല്ലേ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. 15 ഞാൻ ചെറിയൊരു പരിപാടി എടുക്കണം നോക്കിക്കോ. എടാ 2 ആളല്ലേ ഇത് കൂട്ടണ x1 + x 30. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആളല്ലേ. 30 ആൾക്കാരെ വെച്ചാൽ ഫസ്റ്റത്തെ ആളല്ലേ. x 30 പറഞ്ഞാൽ ലാസ്റ്റത്തെ ആളല്ലേ. ഫസ്റ്റത്തോ ലാസ്റ്റത്തോ കൂട്ടി പറഞ്ഞ ഒരു പെയർ അല്ലേ. അതേപോലെയുള്ള കുറെ പേരല്ലേ. 30 ആളുണ്ടെങ്കിൽ എത്ര പേരുണ്ടാവും
30 ആളുകളെ കൂട്ടത്തിലുണ്ട്. അതിൽ 2 ആളെ വെച്ച് നമ്മൾ ഇങ്ങനെ ജോഡിയാക്കി, ഫസ്റ്റ് ലാസ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ്, അങ്ങനെ 15 ജോഡി ഉണ്ടാവും. ആ 15 ജോഡികളെ കൂട്ടിയാൽ ഉത്തരം സെയിം തന്നെ കാരണം. ഞാൻ ചോദിക്കട്ടെ, x1 പ്ലസ് x30 കൂട്ടിയാൽ കിട്ടുന്ന അതേ ഉത്തരല്ലേ നമ്മളെ കയ്യിലുള്ള 10ാമത്തെ ടേം? നമ്മളെ കയ്യിൽ 10ാമത്തെ 21ാമത്തെ ടേം ഉണ്ട്. 10ാമത്തെ ടേമും 21ാമത്തെ ടേമും കൂട്ടിയാൽ കിട്ടുക ആണോ അല്ലേ നോക്കി. ഇവിടുത്തെ പൊസിഷൻ ഒന്ന് കൂട്ടിക്കാണി, 1 30 കൂട്ടിയാ 31. ഇവിടെ 10 21 കൂട്ടിയാ 21 ആണ്ടത്. ഇത് 21 21 21 21 21 10 21 കൂട്ടിയാ 31 ആണോ അല്ലേ? അഥവാ ഈ പെയർ പോലെ തന്നെയുള്ള ഒരു പെയറാണ് ഇത്. 2 ആളെ കൂട്ടിയാൽ പെയർ എന്നാണ് വിളിക്കുക. ഇതിന്റെ ഉത്തരം എന്താണോ അതന്നെയാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ഞാൻ ഇതിന്റെ പകരം ഇച്ചി x1 അറിയില്ല, x30 അറിയില്ല, പക്ഷെ ഇച്ചി 10ാമത്തെ ടേം 21ാമത്തെ ടേം ഓൾറെഡി അറിയാം. ഞാൻ ഇതിന്റെ പകരം എഴുതിയ കുഴപ്പമുണ്ടോ? ഇത് കൂട്ടിയാൽ 120 കിട്ടണമെങ്കിൽ ഇത് കൂട്ടിയാലും 120 തന്നെയല്ലേ കുഞ്ഞുമണിയാലെ കിട്ടുക. ഇതെങ്ങനെ രണ്ടും ഒരേ പെയറാണെന്ന് മനസ്സിലായത്? ഇതിന്റെ പൊസിഷൻ ഒന്ന് വെറുതെ കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ ഈക്വൽ ആണെങ്കിൽ മനസ്സിലാക്കുക ഇതിന്റെ ഉത്തരം തന്നെയാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ എന്ത് വരും? 15 ഇൻറ്റു x10 എത്ര? x10 50 അല്ലേ? പ്ലസ് x21 എത്ര? 75 അല്ലേ? സോ 15 ഇൻറ്റു 50 75 കൂട്ടിയാൽ 125. 125നെ 15 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എത്ര കിട്ടുകയാണ്? 15 1000 15000 15000ത്തിന്റെ പതി 7500 പതി 3750ന്റെ പതി ഇതായിരിക്കും ആൻസർ ഉണ്ടാവും കേട്ടോ. 1870. നിങ്ങൾ ചെയ്തൊക്കെ ചെറിയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, ക്ഷമിക്കാൻ മാപ്പാക്കുക. സോ ഇത്രയാണ് ചാപ്റ്റർ ദ എൻഡ്. ചാപ്റ്റർ കഴിഞ്ഞു. ഞാനത് ചിലപ്പോൾ പാർട്ട് 2 പാർട്ട് 1 ആക്കിയിടും. എന്തായാലും സെറ്റപ്പ് ആക്കിട്ടോ. താങ്ക് യു.